നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മുടെയൊക്കെ മെയിൻ ഗേറ്റിന് ഫില്ലറിന് മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബൾബാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ബൾബിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊവേഷൻ ഇൻ ലൈറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ബൾബ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 1540 രൂപയാണ് MRP എഴുതിയേക്കുന്നത്. പക്ഷേ ഇതിനേക്കാളും കുറഞ്ഞ് നമുക്ക് കിട്ടും. ഏകദേശം 1000 രൂപ റേറ്റിൽ നമുക്കിത് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ LED 12 വാട്ട് ബൾബ് നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് സ്ക്വയർ ഷേപ്പാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിൻ്റെ പുറമെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ലൈറ്റ് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പം ഞാൻ ഓപ്പൺ ആക്കിയൊരു ലൈറ്റ് മറ്റൊരു ലൈറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പം ഇങ്ങനൊരു ലൈറ്റാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ലൈറ്റിൻ്റെ സൈഡിലത്തെ ഈ ഒരു സൈഡിൽ സ്ക്രൂ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലത്തെ സ്ക്രൂ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിങ്ങനെ ഊരിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ അകത്ത് അതിനുശേഷം ഇതിന് ചുറ്റും 4 ബോൾട്ടാണുള്ളത്, നെട്ടാണുള്ളത്. അപ്പോൾ ആ നെട്ടും കൂടെ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും ഊരിപ്പോകുന്നതായിരിക്കും ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഊരിപ്പോരുമ്പം ഇതാണ് നമ്മൾ പറഞ്ഞ 12 വോട്ട് LED ബൾബ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രെയിംസ് ആണ് ഇവർ കയറ്റി വെച്ചിരിക്കുന്നത്. ഓരോ ഫ്രെയിം, അതിനുശേഷം ഇങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ഒരു അലുമിനിയത്തിൻ്റെ ഒരു സംഭവമാണ് കയറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈനിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ബൾബൊക്കെ മാറി കംപ്ലൈൻ്റ് ആയിട്ട് ഫാൾട്ടായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സാധാ ഹോൾഡറാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നോർമൽ LED ബൾബ് വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബൾബ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്ന ഓരോ ബൾബിൻ്റെയും കൂട്ടത്തിൽ കിട്ടുന്ന 2 കാര്യങ്ങളാണ്. ഒന്നിങ്ങനെ ഒരു ബേസ്. അപ്പോൾ നമുക്ക് ഫില്ലറിന് മുകളിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ബേസ് കിട്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു 4 സ്ക്രൂവും കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എവിടെയാണോ ലൈറ്റ് ഫിറ്റ് ചെയ്യേണ്ടത്, അപ്പോൾ ഫില്ലറിന് മുകളിലാണെങ്കിൽ ഫില്ലറിന് മുകളിൽ നമുക്ക് ഈ താഴത്തെ ഈ ബേസ് പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകിൽ ആണി വെച്ച് അല്ലെങ്കിൽ സ്ക്രൂ വെച്ച് നമുക്കിത് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ഒരു ബൾബ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഓരോ വയറും തമ്മിൽ ഈ വയറുകൾ തമ്മിൽ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ മറ്റേ വയറുകൾ തമ്മിലൊന്ന് കണക്ട് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന്. അപ്പം വയർ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേനും ഇതിങ്ങനെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നതായിരിക്കും. അപ്പം ഇനി നമുക്കിതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിത് ഓൺ ആക്കിയിട്ടുണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു ലൈറ്റാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പം ഈ ക്യാമറയിലായതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലിങ്ക് ആകുന്നത് പോലെ നമുക്ക് തോന്നുന്നത്. പക്ഷേ നല്ല ഭംഗിയോടുകൂടി തന്നെയാണ് ഇത് തെളിഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആമസോണിൽ നിന്ന് ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.